പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക അനന്തപുരിയിലെ നവ്യയുടെ 7ാം മാസ ചടങ്ങിനൊക്കെ പോകുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് അനാമികയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ആ നന്ദു എന്ന് പറയുന്നവള്, ആ മൊട്ടച്ചി ഉണ്ടല്ലോ, അവള് വരില്ലേ? ആ സമയത്ത് നീ ഇവിടെ നിന്നാൽ എങ്ങനെയാ എന്നൊക്കെ പറയുന്ന സമയത്ത് അവളെന്തായാലും വരാനുള്ള സാധ്യത കുറവാണ്. കാരണം ചിക്കൻ ബോക്സ് ഒക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ, അതുകൊണ്ട് അവള് ഏകദേശം വരില്ല എന്നുള്ളത് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ നിന്നത് എന്നൊക്കെ പറയുകയാണ് അനാമിക. ആ സമയത്ത് വേണു പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഇവിടെ നിന്നാലൊന്നും ശരിയായില്ല, നീ അങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും. നീ വിട്ടു നിന്നാൽ അവർ നിന്നെ കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുകയൊന്നുമില്ല. പിന്നെ അവൾക്ക് ഇന്ന് വേണ്ട സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പം നീ ഇങ്ങനെ വാശി പിടിച്ചു നിന്നാൽ നിനക്കും ഒരു അവസരമുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയേ പറ്റൂ എന്നൊക്കെ പറയുകയാണ് അനാമികയോട്. അങ്ങനെ പിന്നീട് അച്ഛൻ പറയുന്നത് കേട്ടിട്ട്, ആ ശരിയാണ് അച്ഛൻ പറഞ്ഞത്, നോക്കട്ടെ, ഞാൻ ഒന്നുകൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അനാമിക. അതേസമയം ദേവയാനിയൊക്കെ നയന വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള ആ സാരിയൊക്കെ ഉടുത്ത് റെഡിയായി നിൽക്കുകയാണ്. ആ സമയത്താണ് നയന ദേവയാനിയുടെ അടുത്തോട്ട് വരുന്നത്. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, ഇന്ന് അമ്മ വളരെയധികം സുന്ദരിയായിട്ടുണ്ട്, അമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത്, അത് പിന്നെ നന്നാവാതിരിക്കോ ചേരാണ്ടിരിക്കോ, മോള് എനിക്ക് സ്നേഹത്തോടെ എടുത്ത് തന്നതല്ലേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നയനയെ കണ്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, മോൾക്കും അതുപോലെ തന്നെയാണ്, ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്, മോള് സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അപ്പോൾ ഇത് കേട്ടപ്പം ആദർശേട്ടനും അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഇത് അമ്മ എടുത്ത് തന്നതാണ്, അതാണ് എനിക്ക് നല്ലതുപോലെ മാച്ച് ചെയ്യുന്നത് എന്നൊക്കെ പറയുകയാണ് നയന. ഇത് കേട്ടിട്ട് ദേവയാനി ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താ മോള് പറഞ്ഞത്, ആദർശനോട് പറഞ്ഞെന്നോ, ആകെ പ്രശ്നമായല്ലോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ദേവയാനിയുടെ ടെൻഷൻ കണ്ടിട്ട് നയന ചിരിക്കുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ആഹാ എന്നെ പറ്റിച്ചതാണല്ലേ, ഒരു നിമിഷം ഞാനങ്ങ് പേടിച്ച് പോയി എന്നൊക്കെ പറയുകയാണ് ദേവയാനി. അങ്ങനെ ആ സമയത്ത് നയന പറയുന്നുണ്ട്, നന്ദുവിൻ്റെ കാര്യമാണ്, അനിയുടെയും കാര്യമാണ് ആകെ കഷ്ടം. ഇപ്പോൾ വരുന്ന സമയത്ത് തന്നെ അനി എന്നോട് ചോദിച്ചത് നന്ദു വരുന്നുണ്ടോ എന്നുള്ളതാണ്. ആ സമയത്ത് ഞാൻ നന്ദു വരും, അവൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, മാറിയിട്ടുണ്ട്, അതിനെ കൊണ്ട് വരും എന്നൊക്കെ പറയുന്ന സമയത്ത് അനിയുടെ മുഖത്ത് വളരെയധികം സന്തോഷമായിരുന്നു. അവൻ്റെ പോക്ക് ശരിയല്ല അമ്മേ, അവൻ ഇപ്പോഴും നന്ദുവിനോട് അടുപ്പമുണ്ട് എന്നൊക്കെ പറയുകയാണ് നയന. അപ്പോൾ ഇത് കേട്ടിട്ട് ദേവയാനി പറയുന്നുണ്ട്, അത് എന്തായാലും അനുവദിച്ച് കൊടുക്കരുത് മോളെ, അങ്ങനെ അനിയെ ഞാൻ പറഞ്ഞ് തിരുത്തിക്കോളാം, പക്ഷെ നന്ദുവിനെ നീ പറഞ്ഞ് തിരുത്തണം മോളെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു അമ്മേ, പിന്നെ നവ്യേച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോകുമല്ലോ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, അമ്മ അനിയുടെ കാര്യമൊന്ന് നോക്കിയാൽ മതി എന്നൊക്കെ പറയുകയാണ് നയന. അങ്ങനെ പിന്നീട് നയന ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നവ്യയുടെ അടുത്തോട്ട് പോവുകയാണ്. അങ്ങനെ നവ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത്, ആഹാ സുന്ദരിയായിട്ടുണ്ടല്ലോ ചേച്ചി, ഇനി ഞാനൊന്ന് ടച്ചപ്പ് ചെയ്താൽ മതിയല്ലോ, ബാക്കിയൊക്കെ ചേച്ചി ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് നയന. അപ്പം നയനയെ കണ്ടിട്ട്, ആ നീയോ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു, നീ എന്നെ ഒരുക്കാൻ വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ അഭിയെ ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ആ സമയത്ത് മുല്ലപ്പൂ വാങ്ങിക്കാനെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയതാണ്, വന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ. അപ്പോൾ ഇത് കേട്ടിട്ട്, ഈ സമയത്താണോ അവന് മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയത്, ചടങ്ങ് ഇപ്പോൾ തുടങ്ങുമല്ലോ, അവനെ വിളിച്ചിരുന്നോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല, അവനെ വിളിച്ചാലും അവന് സമയത്തിന് എത്തുമോ എന്നുള്ളതൊന്നും എനിക്ക് ഉറപ്പില്ല നയനെ എന്നൊക്കെ പറയുകയാണ് നവ്യ. അങ്ങനെ പിന്നീട് നവ്യയെ ഒരുക്കുകയാണ് നയന. പിന്നീട് എല്ലാവരുടെയും അടുത്തോട്ട് താഴത്തോട്ട് റെഡിയായിട്ട് നവ്യ വരികയാണ്. ആ സമയത്ത് നവ്യയെ കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട്, ആഹാ അടിപൊളി ആയിട്ടുണ്ടല്ലോ, സുന്ദരി ആയിട്ടുണ്ടല്ലോ, പിന്നെ നയന കൂടി ഒരുക്കി കഴിഞ്ഞാൽ പറയേണ്ട കാര്യമില്ലല്ലോ, വളരെ മനോഹരമായിരിക്കും, ഒരു ബ്യൂട്ടീഷ്യൻ്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുകയാണ് എല്ലാവരും. അപ്പോൾ ഇത് കേട്ടിട്ട് ജലജയ്ക്കാണെങ്കിൽ കുശുപ്പ് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, ഓ വലിയൊരു സുന്ദരി വന്നിരിക്കുന്നു, അത്രയ്ക്കും വലിയ സൗന്ദര്യമൊന്നുമില്ല, പിന്നെ ഇവളെ ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളങ്ങ് കൊമ്പത്ത് കയറ്റി വെച്ചോളി, അല്ലെങ്കിൽ തന്നെ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്, അത്ര വലിയ സുന്ദരിയൊന്നല്ല, നീ വല്ലാതെ അഹങ്കരിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുകയാണ് ജലജ. അപ്പോൾ ഇത് കേട്ടിട്ട്, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്, നീ വെറുതെ കുശുമ്പ് കൊണ്ട് ഇനി അവൾ സുന്ദരിയല്ല എന്നൊക്കെ പറഞ്ഞു, അബിക്ക് കിട്ടിയ ഭാഗ്യമാണ് അത്, അബിയും നീയും മനസ്സിലാക്കുന്നില്ല എന്നേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശിയൊക്കെ. അപ്പോൾ ഇത് കേട്ടിട്ട് ജലജ ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ്.
അതേസമയം നന്ദുവും കനകയും ഒക്കെ അവരുടെ വീട്ടിൽ നിന്നും പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ആ സമയത്ത് നന്ദുവിനോട് മാറ്റി റെഡിയായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കനക വരുന്നുണ്ട്. അപ്പോൾ മാറ്റി റെഡിയായിട്ടുണ്ട്, എൻ്റെ അസുഖമൊക്കെ മാറി ഇന്ന് കുളിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷേ ഞാൻ അങ്ങോട്ട് വരണോ? അനാമികയ്ക്ക് ഒട്ടും ഇഷ്ടമാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട്, നീ അനാമികയുടേത് നോക്കണ്ട, എന്തായാലും അനിയോട് നീ സംസാരിക്കാതിരുന്നാൽ മതി, അടുപ്പം കാണിക്കാതിരുന്നാൽ മതി, അപ്പോൾ പിന്നെ അനാമിക പ്രശ്നത്തിന് വരില്ലല്ലോ. പിന്നെ ഇന്ന് നീ വരാതിരുന്നാൽ അത് മുത്തശ്ശനും മുത്തശ്ശിക്കും നയനയ്ക്കും നവ്യയ്ക്കും എല്ലാവർക്കും അത് സങ്കടമാകും. നിന്നോട് പ്രത്യേകം വരണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ എന്തായാലും അവിടേക്ക് കൊണ്ടു ചെല്ലണം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നീ വരാണ്ടിരിക്കേണ്ട, അവിടുന്ന് അനിയെ ശ്രദ്ധിച്ചാൽ മതി, അനിയോട് സംസാരിക്കാതിരുന്നാൽ മതി എന്നൊക്കെ ഉപദേശിക്കുകയാണ് കനക. അങ്ങനെ പലഹാരവുമായിട്ട് അവരിറങ്ങുകയാണ്. അതേസമയത്ത് അനാമികയാണെങ്കിൽ ഈ നന്ദു വരുന്ന കാര്യമൊന്നും അറിയാതെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പരിപാടിക്ക് പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനത്തിലൊന്നും അനാമിക എത്തിയിട്ടില്ല. അങ്ങനെ പിന്നീട് നവ്യ ഇങ്ങനെ ഒരുങ്ങിയൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് എല്ലാവരും അബിയെ ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, അവന് മുല്ലപ്പൂ വാങ്ങിക്കാനാണെന്ന് പറഞ്ഞ് പോയതാണ്, പക്ഷെ പോയിട്ട് ഒരുപാട് നേരമായി, വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല, അവന് വരുമായിരിക്കും, പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് എന്നൊക്കെ പറയണം. അപ്പോൾ ദേവയാനി ഇതൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല ഈ സമയത്താണോ ഈ പൂ വാങ്ങിക്കാൻ പോകേണ്ടത്? എന്താ ജലജ, നിനക്കൊന്ന് പറഞ്ഞ് നിന്റെ മോനെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നോ? ഈ സമയത്ത് പോവരുത് എന്നുള്ളത് ഉപദേശിച്ചുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ജലജ ഓരോന്നും ഇങ്ങനെ തർക്കുത്തരം പോലെ പറയുന്നുണ്ട്. അപ്പം നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിലും നിനക്കും അവനും വലിയ താല്പര്യമൊന്നുമില്ലാത്ത ചടങ്ങാണല്ലോ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നെ മുത്തശ്ശി ഒരു ആമാടപ്പെട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് നവ്യയെ അടുത്ത് വിളിച്ച് ഇങ്ങനെ സന്തോഷത്തോടു കൂടെ അവൾ കവിളിലൊക്കെ തലോടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയായിരുന്നു, മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കരുതി വെച്ച സ്വർണ്ണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഒരു ആമാടപ്പെട്ടി നിറയെ സ്വർണം നവ്യയ്ക്ക് സമ്മാനിക്കുകയാണ്. അത് വളരെയധികം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ് നവ്യ. വേണ്ടാന്നും പറയുന്നില്ല, കാരണം ആദ്യമേ തന്നെ അവൾക്ക് നവ്യയ്ക്ക് സ്വർണ്ണമൊക്കെ വളരെയധികം ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടി നവ്യ അത് വാങ്ങിച്ചു വെക്കുകയാണ്. അതേസമയം ജലജയ്ക്കാണെങ്കിൽ വളരെയധികം കുശുമ്പും ഒക്കെ പൊട്ടി പുറപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുമില്ലാതെ വലിഞ്ഞു കയറി വന്നവൾക്ക് 7-ാം മാസ ചടങ്ങ് കഴിഞ്ഞ് പോകുമ്പോൾ സ്വർണത്തിൽ മൂടിയിട്ടാണല്ലോ അവളെ വിടുന്നത്, വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്, അല്ലെങ്കിലും സ്വർണമൊക്കെ കൈക്കലാക്കാനുള്ള കൈവയ്ക്കും ഇവളുടെ അനിയത്തിക്കുമൊക്കെ പണ്ടേ ഉള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ ജലജ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, പിന്നെ ഇവിടുന്ന് അനന്തപുരി തറവാട്ടിൽ നിന്ന് മരുമക്കൾ പോകുമ്പോൾ വെറും കൈയോടെ പോകണമെന്നാണോ? ഒന്നും ധരിക്കാതെ സ്വർണ്ണമൊന്നും ഇടാതെ അന്തസ്സില്ലാതെ പോകണമെന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഇവിടെ ആരും ഇതുവരെ പറഞ്ഞയച്ചിട്ടില്ല. എല്ലാ മരുമക്കൾക്കും വേണ്ട വിധത്തിലുള്ള സ്വർണ്ണമൊക്കെ കൊടുത്തിട്ടാണ് അനന്തപുരിക്കാർ പറഞ്ഞയച്ചിട്ടുള്ളത്. പിന്നെ ഇത് നവ്യയ്ക്ക് എന്ന് പറഞ്ഞ് കരുതി വെച്ച സ്വർണ്ണമാണ്. സ്വർണം എന്ന് പറഞ്ഞത് അവിടെ എടുത്തു വെക്കാനുള്ളതല്ലല്ലോ, അത് ഉപയോഗിക്കാനും ധരിക്കാനും ഇഷ്ടപ്പെട്ടവർക്ക് ഉപയോഗിക്കാനും ഒക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ മറുപടി കൊടുക്കുകയാണ് മുത്തശ്ശൻ. അതേസമയം നവ്യാണെങ്കിൽ വളരെയധികം സന്തോഷത്തിൽ, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സമ്മാനം നവ്യയ്ക്ക് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നയനയും നവ്യയും ഒക്കെ.